إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ألف لام ميم أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണ്യകനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകളും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും പരമാവധി പകർത്തിയും പാലിച്ചും ജീവിതം പരിശുദ്ധപ്പെടുത്തണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടുന്ന സൗഭാഗ്യവാന്മാരിൽ പെടാനും ശ്രദ്ധിക്കണമേ എന്ന് അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങളോട് വസിയത്ത് നൽകുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ ക്ഷമയും നമസ്കാരവും അതുമായി ബന്ധപ്പെട്ടതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ക്ഷമയും നമസ്കാരവും പലപ്പോഴും ഒന്നിച്ചു പരിശുദ്ധ ഖുർആനിൽ വന്നത് നമ്മൾ കണ്ടു. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിങ്ങൾ നമസ്കാരവും ക്ഷമയും വഴി അല്ലാഹുവിനോട് സഹായം തേടിക്കൊള്ളുവിൻ. നിശ്ചയമായും ഭയഭക്തരല്ലാത്ത ആളുകൾക്ക് ഏറ്റവും ഭാരമേറിയതാണത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നമസ്കാരമാവട്ടെ, ക്ഷമയാവട്ടെ, തഖ്വയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഭാരമാണ്. പരീക്ഷണ ഘട്ടങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ വന്നിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രയാസങ്ങളിലാണ് പല ആളുകളും ഉള്ളത്. അള്ളാഹു അതിനൊക്കെയും നമുക്കെല്ലാവർക്കും പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ മനസ്സാ വാച കർമ്മണ അനുസരിക്കാൻ ബാധ്യതയുള്ള ആളുകളാണ്. അങ്ങനെ ഏത് ജീവിതഘട്ടത്തിലും അതിനെ പരമാവധി പ്രതിഫലമാക്കി മാറ്റുക എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ വിജയത്തിന് കാരണമാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൻകബൂത്തിൽ പറയുന്നുണ്ട്, അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ പരീക്ഷണത്തിന് വിധേയമാകാതെ വിട്ടേക്കപ്പെടുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാണ്, ഞങ്ങളൊക്കെ ആമന്ന വിശ്വസിച്ചിട്ടുണ്ട് പടച്ചോനെ എന്നങ്ങോട്ട് പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു പരീക്ഷണവും ഇല്ലാതെ അങ്ങോട്ട് സുഖമായിട്ട് അങ്ങോട്ട് കൈച്ചലായി പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ പ്രയോഗമാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. നിങ്ങളൊന്നും വിചാരിക്കാത്തൊരു വലിയ പരീക്ഷണമുണ്ട്.
ഒന്ന് നമസ്കാരമാണ്. നമസ്കാരം സത്യവിശ്വാസിക്കൊരു വലിയ പരീക്ഷണമാണ്. അതുകൊണ്ടാണ് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ എന്ന് പറഞ്ഞത്. തഖ്വയില്ലാത്ത ആളുകൾക്ക് അത് അല്പം ഭാരമുള്ള സംഗതിയാണ്. നമുക്കറിയാം, നമസ്കാരം എന്ന് പറഞ്ഞാൽ കല്യാണവും സൽക്കാരവും ടൂറും അതേപോലെയുള്ള കളികളുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വലിയ ഭാരമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും നല്ല തണുപ്പിൽ ഉറങ്ങുമ്പോൾ, പുതച്ചു കിടക്കുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള സമയത്ത് അതിന്റെ ഭാരമറിഞ്ഞവരാ നമ്മളെല്ലാവരും. പ്രിയപ്പെട്ടവരെ, ആ നമസ്കാരത്തിൽ ഏറ്റവും ഭാരമായി എനിക്കും നിങ്ങൾക്കും തോന്നിയ നമസ്കാരം സുബഹി നമസ്കാരമാണ്. സുബഹി ജമാഅത്താണ്. പലപ്പോഴും നമ്മളോട് എല്ലാവരോടും മിസ്സായി പോകുന്ന ഒരു ജമാഅത്താണ് സുബഹി നമസ്കാരം. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രഭാതത്തിലും പ്രദോഷത്തിലും ആരെങ്കിലും പള്ളിയിലേക്ക് പോയാൽ അള്ളാഹു അവന് സ്വർഗത്തിൽ മന്ദിരങ്ങൾ പണിയുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ ആ സുബഹിന്റെ സമയം അനുഗ്രഹീതമായ സമയമെന്ന് റസൂൽ. എത്ര ശാന്തമാണ്, ശബ്ദകോലാഹലങ്ങളില്ലാതെ നല്ല കോൺസെൻട്രേഷനോട് കൂടിയിട്ട് അള്ളാന്റെ മുന്നിൽ ശാന്തമായ ഒരു സമയത്ത് കുമ്പിട്ടാൽ, പ്രിയപ്പെട്ടവരെ, ഒരു ബിസിനസ്സോ ഒരു കല്യാണമോ ഒന്നും ആ സമയത്ത് വരാനില്ല നമ്മുടെ മസ്തിഷ്കത്തിലേക്ക്. അള്ളാഹു മാത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഏറ്റവും ശാന്തമായ അള്ളാന്റെ റസൂല് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അത്രേ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മിഹി ഫി ബുകൂരിഹാ, അല്ലാഹുവേ തന്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാതത്തിൽ നീ അനുഗ്രഹം ചൊരിയണമേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും റസൂലുള്ള ഈ സുബഹിയുടെ പ്രാധാന്യം ഇതുപോലെ ഖുതുബയിൽ പറഞ്ഞപ്പോ മഹാനായ ഒരു സഹാബിയുണ്ട്. ആ സഹാബി സഖർ അൽ ഹാമിദി എന്ന സഹാബി എന്ത് ചെയ്തു? ഈ സുബഹിന്റെ പ്രാധാന്യം കേട്ടതിന് ശേഷം തന്റെ കച്ചവടത്തിന്റെ സമയം അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. സുബഹി മുതൽ ഉച്ചവരെ, സുബഹി മുതലാക്കി അദ്ദേഹത്തിന്റെ സമയം. എന്നിട്ട് ചരിത്രം പറയുന്നു, അള്ളാഹു അദ്ദേഹത്തിന് ബറക്കത്ത് ഇങ്ങനെ വാരിച്ചൊരിഞ്ഞു കൊടുത്തു. എന്നിട്ട് എത്രത്തോളം എന്ന് വെച്ചാൽ കുമിഞ്ഞുകൂടിയ സമ്പത്ത് എവിടെ കൊണ്ടുവെക്കണമെന്നറിയാതെ അദ്ദേഹം ബുദ്ധിമുട്ടി എന്ന ചരിത്രം. എന്താക്കുമെന്നറിയാതെ അങ്ങനെ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സുബ്ഹിൽ. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, സുബ്ഹിന്റെ പ്രതിഫലം നിങ്ങൾ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ വലൗ യഅലമൂന മാ ഫിൽ ആതമത്തി ഫി സുബ്ഹി ലഅതൗഹുമാ വലൗ ഹബുവ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇശാ സുബ്ഹിയുടെ പ്രതിഫലം എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ മുട്ടിൽ നിരങ്ങിയിട്ട് നിങ്ങൾ പള്ളിയിൽ വരുമെന്ന് റസൂലുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചിന്തിച്ചു നോക്ക്, നമുക്കെല്ലാവർക്കും ഉണർവുണ്ടപ്പോൾ ദുനിയാവിന്റെ കാര്യത്തിൽ അല്ലെ. 5 മണിക്കാണ് ഫൈനൽ ഫുട്ബോളെങ്കിൽ നമ്മൾ എഴുന്നേൽക്കും, ടൂറെങ്കിൽ നമ്മൾ എഴുന്നേൽക്കും, കളിയെങ്കിൽ നമ്മൾ എഴുന്നേൽക്കും. അതേപോലെ അങ്ങനെയുള്ള എന്ത് സംഗതിയിൽ കള്ളം കയറിയാൽ വരെ നമ്മൾ എഴുന്നേൽക്കും, കയറിയെന്ന് തോന്നിയാൽ വരെ എഴുന്നേൽക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ മന്ദിരങ്ങളിൽ നിന്ന്, മുനാരങ്ങളിൽ നിന്ന് ബാങ്കുലി കേട്ടാൽ നമ്മൾ എഴുന്നേൽക്കാറില്ല. അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇനിയോ അള്ളാഹുവിന്റെ റസൂൽ സുബ്ഹിന്റെ ശ്രേഷ്ഠത പറഞ്ഞു. വെള്ളിയാഴ്ചയിലെ സുബ്ഹിന്റെ ശ്രേഷ്ഠത പ്രത്യേകം പ്രവാചകൻ എടുത്തു പറഞ്ഞു. എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സ്വലാത്തി ഇൻദല്ലാഹി സുബ്ഹ് യൗമൽ ജുമുഅത്തി ഫീ ജമാ. നമസ്കാരങ്ങളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ജുമുഅ ദിവസത്തിലെ സുബ്ഹി നമസ്കാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രിയുടെ ഇരുട്ടിൽ ആരെങ്കിലും പള്ളിയിലേക്ക് പോയാൽ അവൻ പ്രകാശവുമായിട്ടാണ് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത്, അഭിമുഖീകരിക്കുന്നത് എന്ന് റസൂൽ സുബ്ഹിന്റെ മുമ്പിലത്തെ സുന്നത്തിന് പോലും പ്രാധാന്യം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് യാത്രയിൽ നമസ്കാരങ്ങൾ ചുരുക്കും, പക്ഷെ സുബ്ഹിൽ അല്ലാഹുവിന്റെ റസൂല് നമസ്കാരം ചുരുക്കിയില്ല. സുന്നത്ത് പോലും പ്രവാചകൻ ഒഴിവാക്കിയില്ല എന്ന സുബ്ഹിന്റെ യാത്രകളിൽ പോലും. അപ്പോൾ അത്രയും പ്രാധാന്യം സുബ്ഹിന്റെ സുന്നത്തിന് പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനിയോ രാത്രി നമസ്കാരത്തിന്റെ കൂലിയുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആരെങ്കിലും സുബ്ഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ അവൻ രാത്രി മുഴുവൻ നമസ്കരിച്ചവനെ പോലെയാണ്. മലക്കുകളുടെ സാന്നിധ്യമാണ് അവന്റെ കൂടെ ഉണ്ടാവുക. രാവിന്റെയും പകലിന്റെയും മലക്കുകൾ സുബ്ഹിയിലാണ് ഇതിന്റെ ഷിഫ്റ്റ് ചേഞ്ച് ആവുക. രാവിന്റെ മലക്ക്, അതുപോലെ രാത്രിയുടെ മലക്ക്, ഈ രണ്ട് രാവിന്റെയും പകലിന്റെയും മലക്ക്, ഒരു മലക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പോവുകയും മറ്റേ മലക്ക് ഡ്യൂട്ടിക്ക് എത്തുകയും ചെയ്യുന്ന ഇരുകൂട്ടരും ഉണ്ടാകുന്ന സമയമാണ് സുബ്ഹിന്റെ സമയമെന്ന് നമുക്ക് ഹദീസുകളിലൂടെ കാണാൻ സാധിക്കും. ഇനിയോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ സ്വല്ല സ്വലാത്ത് അസ്സുബ്ഹ് ഫഹുവ ഫീ ദിമ്മത്തില്ല.
ആരെങ്കിലും സുബഹി നമസ്കരിച്ചവൻ, അയാൾ സുബഹി നമസ്കരിച്ചാൽ അയാൾ അള്ളാഹുവിന്റെ ദിമ്മത്തിലാണ്, സംരക്ഷണത്തിലാണെന്ന. അയാളുടെ കാര്യം അല്ലാഹു നോക്കും, അയാളുടെ കാര്യം അല്ലാഹു നോക്കും. അയാൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല. ഇനിയോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങിയവനെ പറ്റിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പിശാച് അവന്റെ കാതിൽ മൂത്രമൊഴിച്ചിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനിയോ ചില സഹാബികൾ പറഞ്ഞു, ചില ആളുകളെ ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, സുബഹിന്റെ സമയത്ത് ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അയാളെപ്പറ്റി ഞങ്ങൾ മോശം വിചാരിക്കാറുണ്ടായിരുന്നു എന്നുവരെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മളെല്ലാവരും അതിന്റെ പ്രാധാന്യം കാണുന്നത്. നമസ്കാരം മുച്ചൂടും ആളുകൾ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് മതമൊന്നും ആർക്കും വേണ്ട, നമസ്കാരം തീരെ വേണ്ട, പേരിനിങ്ങനെ നമസ്കരിച്ചു പോവുകയാണ്, അലസന്മാരായിട്ട് നമസ്കരിക്കുകയാണ്. എന്തായിരുന്നു ആ 2 റക്അത്തിൽ ഓതിയ സൂറത്ത് എന്ന് പോലും സലാം വീട്ടിക്കഴിഞ്ഞാൽ പറയാൻ പറ്റാത്തത്ര മനസ്സാന്നിധ്യമില്ലാതെ. എന്തുകൊണ്ടാ? അള്ളാന്റെ അടുക്കലേക്ക് ഏറ്റവും അടുക്കുന്ന സമയം നമസ്കാരം, പിശാചിന് തീരെ ഇഷ്ടപ്പെടാത്ത സമയവുമാണ്. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയാൽ ആദ്യത്തെ സെക്കൻഡിൽ നമ്മളെ കൈ പോകും. പേഴ്സ് ഉണ്ടായിരുന്നോ, ഫോൺ ഉണ്ടായിരുന്നോ, അല്ലേ? നമ്മളെ ശ്രദ്ധയെ പിശാച് അങ്ങോട്ട് കൊണ്ടുപോകും. അതുവരെ ഓർക്കാത്ത പലതും നമ്മൾ ഓർക്കും. ഇനിയോ ആരെങ്കിലും ജീവിതത്തിൽ നമസ്കാരത്തിന്റെ അത്തഹിയാത്ത് വരെ ചിന്തിച്ച, സ്വപ്നം കണ്ട, വിചാരിച്ച സംഗതി സലാം വീട്ടിയതിനു ശേഷം അതിന്റെ തുടർച്ച ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കിട്ടൂല. സലാം വീട്ടിയാൽ മറ്റേയാൾ പോവും. ആര്? പിശാച് പോവും. മൂപ്പര ഡ്യൂട്ടി കഴിഞ്ഞു. നമസ്കാരത്തിൽ നിന്ന് സലാം വിട്ടുന്നതോടുകൂടി അതുവരെ കണ്ട പകൽക്കിനാവ് ഏതാണെന്ന് പോലും നമുക്കറിയില്ല. അതിന്റെ തുടർച്ച നമ്മൾ ചിന്തിക്കാറില്ല. കാരണം എന്താ? കൈ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയെ, കോൺസെൻട്രേഷനെ ആര് കൊണ്ടുപോകും? പിശാച് കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരൽപ്പം സജീവമാകണം. എല്ലാ ജമാഅത്തും അലാറം വെച്ച് ആളുകളെ ഏൽപ്പിച്ച്, പ്രിയപ്പെട്ടവരെ, നമ്മൾ പള്ളിയിലേക്ക് എത്തുന്ന അവസ്ഥ ഉണ്ടാകണം. ഷഅബാനാണ് റമളാൻ. അല്ലാഹുവിന്റെ റസൂൽ റമളാൻ കഴിഞ്ഞാൽ, റമളാൻ മാറ്റി നിർത്തിയാൽ ഏറ്റവും സജീവമായി പ്രബോധനത്തിലും ഏറ്റവും സജീവമായ ഇബാദത്തുകളിലും അല്ലാഹുവിന്റെ റസൂൽ സജീവമായ മാസം ഷഅബാനാണ്. അതുകൊണ്ട് എല്ലാവരും ഇപ്പോഴേ ഒന്ന് ഒരുങ്ങുക, റെഡിയാവുക. കാരണം സുബ്ഹി ജമാഅത്തും മറ്റ് ജമാഅത്തുകളെല്ലാം നഷ്ടപ്പെടുക എന്നത് ചെറിയ കാര്യമായിട്ട് നമ്മൾ കാണരുത്. നിങ്ങൾക്കറിയുമോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമായ മഹാനായ അനസ് ഇബ്നു മാലിക് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു ചെറിയ കുട്ടിയായ സമയത്ത് ഉമ്മ കയ്യും പിടിച്ചു വന്നിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലെ, എന്റെ മോൻ അനസ് ഇതാ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾക്കുള്ള എല്ലാ ഖിദ്മത്തും എന്റെ മോൻ ചെയ്തു തരും, നിങ്ങൾ അവനെ ചേർത്ത് പിടിക്കണം, നിങ്ങൾ അവനെ കൊണ്ടു നടക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, രാത്രിയിൽ ഭാര്യമാരോടൊപ്പം കിടക്കുന്ന സമയം മാറ്റി നിർത്തിയാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ അനസുണ്ടാകും എന്നും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകളാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത്. നിരവധിയാണ്. മാത്രവുമല്ല, എന്നും അനസ് എന്നത് അള്ളാഹുവിന്റെ റസൂലിന് ചേർന്ന് നിന്നൊരു സഹാബിയായിരുന്നു. നിങ്ങൾക്കറിയോ, ആ അനസിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അനസ് ഇങ്ങനെ കരയും, ഇടക്കിടക്ക് അനസ് കരയും. സഹാബികളോടൊപ്പം ഇരിക്കുമ്പോ അനസ് കരയും, അവൾ ഒറ്റക്കിരിക്കുമ്പോ അനസ് കരയും, യാത്രയിൽ അനസ് കരയും. അങ്ങനെ സഹാബികൾ ഇങ്ങനെ ചർച്ചയായി, എന്താ അനസിന് എന്തോ വിഷമമുണ്ടല്ലോ, ഇടക്കിടക്ക് അനസ് കരയുന്നുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും അനസ് ഇബ്നു മാലിക്കിനെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, അല്ലയോ അനസേ, എന്താ നിന്റെ പ്രശ്നം? നിങ്ങൾ ഇങ്ങനെ കരയുന്നുണ്ടല്ലോ, എന്തിന്റെ പേരിലാണ്? എന്താണ് നിങ്ങളുടെ പ്രയാസം? മഹാനായ അനസ് ഇബ്നു മാലിക് പറയാണ്, അള്ളാഹുവിന്റെ റസൂലേ, എന്റെ ജീവിതത്തിൽ എനിക്കൊരു സുബ്ഹി ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു സുബ്ഹി ജമാഅത്ത്. പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, കേൾക്കുക നിങ്ങളെല്ലാരും. അനസ് പറയാണ്, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ ഖാദിമായി താങ്കളോടൊപ്പം ചേർന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അള്ളാഹുവിന്റെ റസൂലിന് ബൈഅത്ത് നൽകി. റസൂലിന്റെ ഖാദിമായി ജീവിതം ഇങ്ങനെ തുടർന്നു വരുന്ന ഘട്ടത്തിൽ ഒരു ദിവസം സുബ്ഹി ജമാഅത്ത് നഷ്ടപ്പെട്ടു. റസൂലേ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബികൾ എല്ലാവരും ബേജാറായി. എന്താ വിഷയം എന്നറിയോ? പനിച്ചു കിടന്നതല്ല, ഗുളികയുടെ ഡോസ് കൂടിയിട്ട് മയങ്ങിപ്പോയതല്ല, എയർപോർട്ടിൽ കുടുങ്ങിയതല്ല, വണ്ടി പഞ്ചറായതല്ല. എന്താണെന്നറിയുമോ? അന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് അനസ് പറയാ, പ്രവാചകരെ, നമ്മൾ തുസ്തർ പട്ടണം കീഴടക്കാൻ പോയില്ലേ? പേർഷ്യയിലെ പ്രധാനപ്പെട്ട കോട്ടകളാൽ ചുറ്റപ്പെട്ട തുസ്തർ. ആ തുസ്തർ കീഴടക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ 1.5 വർഷത്തോളം തുസ്തറിന്റെ കോട്ട ഉപരോധിച്ചൊരു ചരിത്രമുണ്ട്. ഉപരോധിച്ച
പ്രഖ്യാപിച്ചൊരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ ആ സംഘത്തിൽ 30,000 മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ മുന്നിൽ നിന്നവരിൽ ഒരാളായിരുന്നു മഹാനായ അനസ് ബിൻ മാലിക് പറയാണ്, അള്ളാന്റെ റസൂലെ, ഞങ്ങൾ പോരാടിയവരോട് പോരാടിയിട്ട് അവസാനം തുസ്തർ ഞങ്ങൾ കീഴടക്കി. തുസ്തർ കീഴടക്കുമ്പോ സുബഹിന്റെ സമയമെത്തിയിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ ആയുധങ്ങളും ഗനീമത്തും എല്ലാം എടുത്ത് പള്ളിയിലേക്ക് എത്തുമ്പോഴേക്കും അള്ളാന്റെ റസൂലെ സുബഹി ജമാഅത്ത് കഴിഞ്ഞുപോയി. ഇന്നും തുസ്തർ കീഴടക്കിയത് അഭിമാനത്തോടെ ഓർക്കുമ്പോഴും അള്ളാന്റെ റസൂലെ എന്നോട് കരഞ്ഞു പോകും. ഞാൻ അന്ന് ആ തുസ്തർ കീഴടക്കിയ യുദ്ധത്തിൽ കീഴടക്കിയതിന്റെ സമയത്ത് അവരെത്തിയിട്ടുണ്ട് സുബഹിന്റെ ജമാഅത്തിന്റെ സമയത്ത്, പക്ഷെ ജമാഅത്ത് കഴിഞ്ഞുപോയി. അള്ളാന്റെ റസൂലെ എനിക്കത് ഓർക്കുമ്പോൾ കരഞ്ഞു പോകുന്ന പ്രവാചകരെ, ആ ഒരൊറ്റ സുബഹി ജമാഅത്ത്. പ്രിയപ്പെട്ടവരെ ആലോചിക്ക്, എന്താ ഇത് കഥ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഖാദിമായ അനസ് ഇടക്കിടക്കിടെ കരയാനുള്ള കാരണം ഒരു സുബഹി ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടാണത്രേ. സുബ്ഹാനല്ലാഹ്. ആലോചിക്കും നിങ്ങൾ. ഇനിയോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം അറിയുമോ? എത്ര തിരക്കിട്ട പരിപാടിയായാലും നമസ്കാരത്തിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ചരിത്രം പറയുന്നുണ്ട്. മലയാളത്തിൽ ഉമർ ബിൻ ഖത്താബിന്റെ ചില ചരിത്രങ്ങൾ വായിക്കുമ്പോൾ പറയാണ്, അള്ളാന്റെ റസൂല് മിമ്പറിൽ മെഹ്റാബിൽ നിൽക്കുമ്പോ സുഫൂഫ് എന്ന് പറയും, സുഫ് നോക്കും. അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ നടന്നു പോയിട്ട് സുഫ് ശരിയാക്കും. ഉമറാണ് മെഹ്റാബിലെങ്കിൽ സുഫ് നേരെയായിരിക്കും അത്രേ. ഉമർ നോക്കേണ്ടതില്ല, പറയേണ്ടതില്ല. ഉമറാണ് ഇമാമെങ്കിൽ സുഫ് കറക്റ്റ് ആയിരിക്കും. അത്ര പങ്ക്ച്വാലിറ്റിയും അത്ര സ്ട്രോങ്ങുമായിരുന്നു ഉമറിന് നമസ്കാരം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുത് മറ്റൊന്നില്ലായിരുന്നു. ഹിജറ 23-ാം വർഷം ദുൽഹജ്ജ് 27-ന് പതിവ് പോലെ പ്രഭാത നമസ്കാരത്തിനായി ഉമർ ഖത്താബ് നേരത്തെ എഴുന്നേറ്റു. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന അയൽവാസികളെല്ലാം ഉണർത്തിക്കൊണ്ട് അദ്ദേഹം പള്ളിയിലെത്തി. ഇഖാമത്ത് കൊടുക്കുന്നു. സൊഫിന്റെ കാര്യത്തിൽ കണിശത പുലർത്തുന്നു. അങ്ങനെ നമസ്കാരം തുടങ്ങുന്നു. റുക്കോയിൽ പ്രവേശിച്ച ഘട്ടം പെട്ടെന്ന് അവിടെ ഇരുട്ടത്ത് ഒളിച്ചിരുന്ന ഒരാൾ ചാടി വീണ് വിഷം പുരട്ടിയ തന്റെ ഇരുതല മൂർച്ചയുള്ള കടാരി കൊണ്ട് ഉമർ ബിൻ ഖത്താബിനെ കുത്തുകയാണ്. വീണ്ടും കുത്തുകയാണ്. മൂന്നാമത്തെ കുത്ത് പൊക്കിളിന് താഴെയാണെന്നാണ്. ആ പൊക്കിളിന് താഴെയുള്ള കുത്ത് തിരിച്ചുകൊണ്ട് വലിച്ച സമയത്ത് കുടൽമാലകളടക്കം സഹാബത്ത് കണ്ടു എന്നാണ്. അങ്ങനെ കുടൽമാലകളടക്കം പുറത്തേക്ക് വന്ന് ഉമർ ബിൻ ഖത്താബ് രക്തം ചീറ്റി ഒഴുകുന്ന ഒരു ഘട്ടമുണ്ടാകുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് നിലംപൊത്തി വീണു. ഘാതകനെ തളയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 12ഓളം നമ്മുടെ സഹാബിമാരെ ഈ ഘാതകൻ വീണ്ടും കുത്തി. അങ്ങനെ അവസാനം തന്നെ വട്ടം പിടിച്ച് പിടികൂടുമെന്ന് കണ്ടപ്പോൾ ഈ ഘാതകൻ സ്വന്തം കുത്തിക്കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന ചരിത്രം നിങ്ങൾക്കറിയുമോ? ഈ സമയത്ത് ജനങ്ങൾ തന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ട് അവരുടെ നമസ്കാരം പോയി പോകുമോ എന്ന ബേജാറിലായിരുന്നു അത്ര ഉമർ ഖത്താബ്. ഇങ്ങനെ വേങ്ങലോടെ ബേജാറോടെ വേദനയോടെ പുറകുമ്പോഴും ഉമർ ബിൻ ഖത്താബ് പറയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട്, അബ്ദുറഹ്മാൻ പെട്ടെന്ന് നമസ്കരിച്ചോളി, എന്റെ കാര്യം നിങ്ങൾ വിട്, പെട്ടെന്ന് നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ് ഉമർ ബിൻ ഖത്താബ് ഖുർആനിൽ നിന്ന് 3 ചെറിയ ആയത്തോതിക്കൊണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നമസ്കാരം പെട്ടെന്ന് കഴിച്ചു. ഇനിയാണ് അത്ഭുതം. പ്രിയപ്പെട്ട സഹോദരിമാരെ, മുകളിലിരിക്കുന്നവരെ ശ്രദ്ധിച്ചോളി. ഉമർ ബിൻ ഖത്താബ് ബോധരഹിതനായി കിടക്കുന്നതാണ് പിന്നെ കാണുന്നത്. എല്ലാവരും ബേജാറായി, കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. ആരായത് മരിച്ചത്? അന്ന് ഉഖാവയിൽ, ദുൽമജാസിൽ, മജന്നായിൽ പോക്കിരിയായി ജീവിച്ച ഉമർ. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഉമർ ബിൻ ഖത്താബോ അബൂജഹലോ ആ രണ്ടിലേതെങ്കിലും ഒരാളെ കൊണ്ട് ഈ ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഉമർ ബിൻ ഖത്താബിന് അല്ലാഹു പടച്ചതമ്പുരാൻ ഹിദായത്ത് നൽകുന്നത്. ആ ഉമർ വന്നപ്പോഴാണ് ഒളിഞ്ഞിരുന്ന് ഇസ്ലാം സ്വീകരിച്ച് ഒളിഞ്ഞ് പേടിച്ച് പാത്തും പതുക്കിയും പള്ളിയിലേക്ക് വന്ന സഹാബിമാരൊക്കെ ഉണർന്നതപ്പോഴാ. ഉമറിനെ പോലത്തെ ഒരാൾ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് വന്നപ്പോ ആളുകൾക്കൊക്കെ ആവേശമായി. ഉമർ അങ്ങനെയായിരുന്നു. അനങ്ങിയാൽ റസൂലെ അരിഞ്ഞിട്ട് താളത്തിൽ വെച്ച് കൊണ്ടുതട്ടെന്ന് പറയാ. സുഹൈൽ ബിൻ അംർ, അള്ളാഹുവിന്റെ റസൂലിനെ ഊരത്തെറി പറയുന്നിടത്തനായിരുന്നു സുഹൈൽ ബിൻ അംർ. റസൂൽ പ്രസംഗിച്ചാൽ പിറ്റേന്ന് സുഹൈൽ വരും. സുഹൈൽ വന്നിട്ട് പൂരത്തെറി പറയും. അള്ളാന്റെ റസൂലിനോട് ഉമർ ബിൻ ഖത്താബ്, അള്ളാന്റെ റസൂലെ, സുഹൈലിന്റെ തലയരിഞ്ഞ് താളത്തിൽ വെച്ച് കൊണ്ടുതരട്ടെ ഞാൻ എന്ന് പലപ്പോഴും ഉമർ ബിൻ ഖത്താബ് ചോദിച്ചു എന്നാണ്. അത്ര സ്ട്രോങ് ആയിരുന്നു. ആ സ്ട്രോങ് ആയി കിടക്കുന്ന ഉമർ ബിൻ ഖത്താബാണ് ബോധം കെട്ടി കിടക്കുന്നത്. എല്ലാവരും പലതും ചിന്തിച്ചു പോയി. സഹാബത്ത് കരയാൻ തുടങ്ങി. അങ്ങനെ ആ കൂട്ടത്തിൽ വെച്ച് ഒരാൾ പറഞ്ഞു, അദ്ദേഹത്തിന് ജീവന്റെ അംശമുണ്ടെങ്കിൽ നമസ്കാരം എന്ന് കേട്ടാൽ ഉമർ എഴുന്നേൽക്കാതിരിക്കില്ല എന്ന് ഒരാളുടെ വായിൽ അങ്ങോട്ട് വീണു.
ആ സമയത്ത് അസ്സലാത്ത് എന്ന് അദ്ദേഹം ആരോന്ന് പറഞ്ഞു. ഒരൽപ്പം ബോധമുണ്ടെങ്കിൽ തീക്കനൽ പോലെ ഉമർ ഇബ്നുൽ ഖത്താബ് അവിടെ വെച്ച് നിൽക്കും എന്നാരോ എന്ന് പറഞ്ഞു. അമീറുൽ മുഅ്മിനീൻ നമസ്കാരം എന്നവർ ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോ അതാ ധീരനായ ഉമറിന്റെ കണ്ണു തുറക്കുകയാണ്. സ്വലാത്ത് കേട്ടപ്പോൾ ബോധം കെട്ടു വീണ ഉമർ പ്രിയപ്പെട്ടവരെ കണ്ണു തുറക്കുകയാണ്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് കണ്ണു തുറന്നു. എന്നിട്ട് ഇങ്ങനെ ഉരുവിട്ടു, അല്ലാഹ് നമസ്കാരം, നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. ഉമർ ഖത്താബ് പറയാണ്, മരണാശയ്യയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് പറയാണ്, അല്ലാഹ് അസ്സലാത്ത്, ആ നമസ്കാരം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഒരു സ്ഥാനവുമില്ല ഇസ്ലാമിൽ. വിഷം പുരട്ടിയ കടാരി കൊണ്ട് കുത്തേറ്റ് മരണം മുന്നിൽ കണ്ട് പ്രയാസപ്പെട്ട ആ അവസ്ഥയിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് 2 സഹാബികളുടെ സഹായത്തോടെ എഴുന്നേറ്റ് നമസ്കരിച്ചു എന്ന് ചരിത്രത്തിൽ വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം അവസ്ഥ എന്താ? വിരളൊന്ന് വെച്ചു കുത്തിയാൽ 1 മാസം പള്ളിയിലില്ല അല്ലേ? കുണ്ടും കുഴിയും മലയും കുന്നും ഒക്കെ കയറി ഞെരങ്ങി വരുന്ന ആളുകൾ പള്ളിയിൽ വന്നാൽ എന്നോട് ക്ഷമിക്കണം എല്ലാവരും, ഒരു കസേര വേണം. ബാക്കി എല്ലായിടത്തും പ്രശ്നമില്ല, ബാക്കി എന്തും റെഡിയാണ്. ബാക്കി ഷൂ പോളിഷ് ചെയ്യാൻ അയാൾ റെഡിയാണ്, നല്ല ഐറ്റ് കുറഞ്ഞ കാറിലിരിക്കാൻ റെഡിയാണ്, മേലക്കയറാൻ റെഡിയാണ്, ടാങ്ക് കഴുകാൻ റെഡിയാണ്. നമസ്കാരത്തിൽ എന്നോട് ക്ഷമിക്കണം എല്ലാവരും. ആരോഗ്യമില്ലാത്ത ആളുകൾക്ക് അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. വേച്ചും നടന്നു വന്ന് ഇങ്ങനെയെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ വരുന്നവർക്ക് അല്ലാഹു ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് ഈ സഹാബികളുടെ സപ്പോർട്ടോടുകൂടി ഈ കൊടൽമാലകൾക്ക് കുത്തുകൊണ്ട് ബേജാറായി ബോധം കെട്ടു വീണ ഉമർ ഇബ്നുൽ ഖത്താബ് എഴുന്നേറ്റ് സുബഹി നമസ്കരിച്ചു എന്ന ചരിത്രം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്, അപ്പോഴും തന്റെ മുറിവിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ടായിരുന്നു അത്രേ. ഉമറും ഫിൽ ജന്ന എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത് വെറുതെയായിരിക്കില്ല പ്രിയപ്പെട്ടവരെ. ഒരു ചെറിയ പ്രയാസങ്ങൾ വരുമ്പോഴേക്കും നമസ്കാരം മുടക്കുന്നവരെ അനസ് ബിൻ മാലിക്കിന്റെ കണ്ണീരും ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഈ നമസ്കാരവും ഇത് രണ്ടും മതിയാകും ഇന്നു മുതൽ നമ്മൾ നമസ്കാരത്തെ ഗൗരവത്തോടു കൂടി കാണാൻ. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയൊരു ചരിത്രമുണ്ട്. മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാ, അദ്ദേഹം ആരാന്നറിയില്ലേ? ഖുദ്സിന്റെ വിമോചകനാണ് സലാഹുദ്ദീൻ അയ്യൂബി. ഖുദ്സിന്റെ വിമോചകനായ ഈ മഹാൻ മുസ്ലിം ഉമ്മത്തിന് എന്നും ആവേശമായിരുന്നു. കുരിശുപട്ടാളത്തിന്റെ പഴകിക്കുളിച്ച കുതിരങ്ങളെ സധൈര്യം നേരിട്ട് കുരിശുവാഹകരിൽ തീജ്വാലകൾ പോലെ കയറി നിന്ന് ഇസ്ലാമിന്റെ വെണ്ണിക്കൊടി പാറിച്ച ഈ മഹാനായ പണ്ഡിതൻ നല്ലൊരു മുജാഹിദും കൂടിയായിരുന്നു. അറിവും ധീരതയും ജിഹാദുമായിട്ട് മുസ്ലിം സൈന്യത്തിനെ, മുസ്ലിം സംഘത്തെ ഒരുപാട് കാലം നയിച്ചിരുന്ന ഈ മഹാനായ ഭരണാധികാരികളുടെ കൈകളാൽ പ്രിയപ്പെട്ടവരെ മുസ്ലിങ്ങൾക്ക് നിരവധി വിജയങ്ങളാണ് നേടിയിരുന്നത്. എന്തായിരുന്നു അവരുടെ ആയുധം അറിയുമോ? കൃത്യമായ നമസ്കാരവും കൃത്യമായ ക്ഷമയും, കൃത്യമായ നമസ്കാരവും അഗൈതവുമായ പ്രാർത്ഥനയും. സലാഹുദ്ദീൻ അയ്യൂബി രാത്രി സമയത്ത് പട്ടാളക്കാരുടെ, നമ്മുടെ സഹാബാക്കളുടെ ടെന്റുകൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നു പോകും. ആ സമയത്ത് ചില ആളുകൾ നമസ്കരിക്കുന്നുണ്ടാകും, ചില ആളുകൾ കിടന്നുറങ്ങുന്നുണ്ടാകും. എന്നിട്ട് ഇദ്ദേഹം പറയുമത്രേ, ഈ നമസ്കരിക്കുന്ന ആളെ ചൂണ്ടിയിട്ട് പറയുമത്രേ, ഇവരാണ് നമ്മുടെ വിജയം. ഉറങ്ങുന്ന ആളെ ചൂണ്ടിയിട്ട് പറയുമത്രേ, ഇവരാണ് നമ്മുടെ ഭാരം, ഇവരാണ് നമ്മുടെ പ്രയാസം എന്ന് അദ്ദേഹം പറയുമായിരുന്നു അത്രേ. എന്നിട്ടോ ഫർളായ സുബഹി ജമാഅത്ത് പ്രിയപ്പെട്ടവരെ നമസ്കരിക്കാൻ കഴിയാതെ ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന നമ്മുടെ മുന്നിലേക്കാണ് ഈ ചരിത്രങ്ങളൊക്കെ വരുന്നത്. ഇസ്ലാമിന്റെ ഈ വെന്നിക്കൊടി പാടിച്ച ഈ സലാഹുദ്ദീൻ അയ്യൂബിയുടെ വിജയരഹസ്യം ശ്രദ്ധിക്കാനായി ചാരന്മാർ വന്നു സങ്കേതത്തിലേക്ക്. എന്താ ഇവരുടെ വിജയരഹസ്യം? എന്താ ഇതിങ്ങനെ എപ്പോഴും അവർ ജയിക്കുന്നത്? എന്താണ് വിഷയം? എന്താണ് അവരുടെ പ്രാക്ടീസ്? അങ്ങനെ നോക്കാൻ വന്നു അത്രേ. അങ്ങനെ അവർ കാണുന്നുണ്ടെന്നറിയോ? കായികാഭ്യാസമല്ല, ആയുധത്തിന്റെ ശേഖരമല്ല, യുദ്ധത്തിന്റെ ടെക്നോളജിയല്ല. രാത്രിയിൽ അവർ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് ജൂതന്മാരിലെ ഒരു അറിവുള്ള ഒരു ജൂത പണ്ഡിതൻ പറഞ്ഞൊരു വാക്കുണ്ട്. മുസ്ലിങ്ങളുടെ ജുമുഅ ദിവസം പങ്കെടുക്കുന്ന അത്രയും ആളുകൾ മുസ്ലിങ്ങളുടെ സുബഹി നമസ്കാരത്തിന് ഉണ്ടാകാത്തിടത്തോളം കാലം മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളോട് ജയിക്കാൻ കഴിയില്ല.
ചിന്തിച്ചു നോക്കിയേ, സുബൈക്ക് വരുന്ന അത്രയും ആള് ഏത് കാലത്ത്, ജുമഅക്ക് വരുന്ന അത്രയും ആള് ഏത് കാലത്താണോ സുബൈക്ക് വരിക അന്ന് മുസ്ലിങ്ങൾ ജയിക്കുന്നു. അല്ലാത്തടത്തോളം നിന്നതായിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരു ഡ്യൂട്ടിയാണ്, രാവിലെ അവിടെയായിരുന്നു ഇവിടെയായിരുന്നു ഒക്കെ പറഞ്ഞൂടെ, എല്ലാ ദിവസവും നമുക്ക് പറയാം. ഈ ഒരു ജമാഅത്തിന്റെ സമയത്ത് എത്ര പേർക്ക് നമ്മളെ കൂട്ടത്തിൽ ഡ്യൂട്ടി ഉണ്ടാവും, എത്ര പേർക്ക് ജോലി ഉണ്ടാവും? ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട. ബാക്കിയൊക്കെ ഉതിരാൻ, ഞാൻ ഇവിടെ ഇല്ല, ഞാൻ അവിടെയായിരുന്നു, ഞാൻ HSRലായിരുന്നു, ഞാൻ ശിവാജി നഗറിലായിരുന്നു, പറഞ്ഞോളി, ഒരു പ്രശ്നവുമില്ല. എന്നാലോ ബാക്കിയുള്ള സമയങ്ങളിൽ പലപ്പോഴും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്നാമത് എല്ലാവരും ഇങ്ങനെ കമ്പാർട്ട്മെന്റ് ലൈഫിലാണുള്ളത്. ആരും ആരെയും ശ്രദ്ധിക്കാത്ത, ആർക്കും ആരെയും വേണ്ടാത്ത, ആരും ആരെയും ചോദ്യം ചെയ്യാത്ത, ആരും ആരെയും ഉപദേശിക്കാത്ത, ആർക്കും ആരുടെയും ഉപദേശം ഇഷ്ടമല്ലാത്ത ഒരു ലോകത്ത് പിശാച് വിജയിക്കുന്നുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അത്തരം അപകടങ്ങളിൽ നിന്ന്, അത്തരം പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ജൂതപണ്ഡിതന്റെ വാക്ക് ശ്രദ്ധിച്ചില്ലേ? അത്രയും ആളുകൾ വരാനുള്ള കപ്പാസിറ്റി ഇല്ലാഞ്ഞിട്ടല്ല. മുസ്ലിം പള്ളികളിൽ പലപ്പോഴും കേരളത്തിലേക്ക് അവസ്ഥയാണ് തുറന്ന ഞാൻ പറയുന്നത്. എത്ര പള്ളികൾ, എത്ര സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങുകൾ കിടക്കുകയാണ് ഇങ്ങനെ മൈതാനം പോലെ. ആളില്ല. മരിച്ചു തീർന്നതൊന്നുമല്ല, പെറ്റ് പെരുകിയ നാട്ടില് പള്ളിയിൽ ആളില്ല, പെറ്റ് പെരുകിയ നാട്ടിൽ പള്ളിയിൽ ആളില്ല. എപ്പോയതാ? എപ്പോഴും പോയിട്ടില്ല. കൊറോണയൊക്കെ വന്ന ശേഷം പിന്നെ ആർക്കും, സാധാരണ ഇമാമുമാരെങ്കിലും ചോദിക്കും എവിടെയിരുന്നു, അതൊക്കെ നിന്ന് ആർക്കും ചോദിച്ചൂടാ. അതുകൊണ്ട് എന്താ, ആർക്കും അങ്ങനെ ഒരു ആലോചനയില്ല. ഏതെങ്കിലും വകുപ്പിൽ ഇങ്ങനെ വരികയാണ്. നമ്മളൊക്കെ ചിന്തിക്കുക, നമ്മളൊരു പള്ളിയിലെത്തുന്നത് പള്ളിയിൽ പോയ കാരണത്താലല്ല പലപ്പോഴും പള്ളിയിലെത്തുന്നത് നമ്മളെല്ലാവരും. വേറെന്തെങ്കിലും ഈ ഏരിയയിൽ എത്തുമ്പോൾ പള്ളിയിലെത്തുകയാണ്. സോറി, എന്നോട് ക്ഷമിക്കണം. പള്ളിയിലേക്കായിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് മുസല്ലയെടുത്ത് പള്ളിയിലേക്ക് നടക്കുന്നവൻ നമസ്കാരത്തിലാണ്, അവൻ അവന്റെ പ്രതിഫലം ഉറപ്പിച്ചു. ചിന്തിച്ചു നോക്കിയേ, എത്ര പേരുണ്ടങ്ങനെ പ്രിയപ്പെട്ടവരെ. എന്നാൽ ഒരു ഭാഗം പറയാം, ചില ആളുകൾക്ക് നമസ്കാരമേ ഇല്ല. ഇന്നത്തെ യുവാക്കൾ കണ്ടില്ലേ, നമസ്കരിക്കാനായി പള്ളിയിലേക്ക് വരുന്ന യുവാക്കളെ, നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ, നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ആയിരക്കണക്കിന് ആളുകളാണ് ബാംഗ്ലൂരിലെ ഡാൻസ് ബാറിലും മസാജ് പാർലറിലും സ്പായിലും ജിംനേഷ്യത്തിലും അതേപോലെയുള്ള ബ്യൂട്ടി പാർലറുകളിലുമെല്ലാം തോന്നിയാസങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ വുളൂ ചെയ്ത് പരിശുദ്ധതയോടെ ശുദ്ധനായി ഏത് സമയത്തും വുളൂ ചെയ്ത് ഏത് സമയത്തും പള്ളിയിലേക്ക് കയറാൻ മാത്രം നജസില്ലാത്തവനായി ജീവിക്കുന്ന യുവാക്കളെ, നിങ്ങൾക്ക് അഭിവാദ്യം. അല്ലാഹുവിന്റെ റസൂല് പടുത്തുയർത്തിയൊരു യൗവനമുണ്ടായിരുന്നു. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഏത് കാലത്തും ഒരു പറ്റം ചെറുപ്പക്കാരുണ്ടാകും പള്ളിയിൽ മുന്നിലെ സഫിൽ ബാങ്ക് കൊടുക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, മുന്നിലെ സഫിലെ പ്രതിഫലവും ബാങ്കിന്റെ പ്രതിഫലവും ഞാനെങ്ങാനും നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾക്കിടയിൽ അടിപിടികൾ നടക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമത്തിനേക്കാളും കൂലി ബാങ്കിലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ബാങ്ക് കൊടുക്കുന്നവരെന്ന് പറഞ്ഞാൽ പൊതുവെ എന്നോട് ക്ഷമിക്കണം, ബാങ്ക് കൊടുക്കുന്നവർക്ക് നമുക്കൊരു തരണ്ടായെന്ന ആൾക്കാരായിട്ട് നമ്മൾ കാണാം അല്ലെ? എല്ലായിടത്തും ഇമാമിനേക്കാളും കൂലിയാണത്രേ, ഇമാമിനേക്കാളും ദറജയാണത്രേ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മുന്നോട്ട് വരിക. നമസ്കാരം ആരും ഉപേക്ഷിക്കുന്ന അവസ്ഥയുണ്ടാവരുത്. സജീവമാകുക. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും ഇതര വിശ്വാസികളോ ബഹുമത സമൂഹത്തിൽ മുസ്ലിങ്ങൾ ജീവിക്കുമ്പോഴുള്ള മുസ്ലിങ്ങൾക്ക് വരുന്ന പ്രയാസമോ ആലോചിച്ചിട്ട് ഉറക്കൊയ്യും. എന്താ ചെയ്യുക? അങ്ങനെ ആക്കിയാലോ ഇങ്ങനെ ആക്കിയാലോ മീറ്റിംഗ് കൂടും. സ്വഭയില്ല. മേലൊരാളുണ്ട്, മേലൊരു റബ്ബുണ്ട്. ആ റബ്ബിന്റെ അടുക്കലേക്ക് കേസെത്താതെ താഴെ നിന്ന് ഇങ്ങനെ ഉറക്കൊഴിഞ്ഞിട്ട് വാട്സപ്പിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്ലാനൊക്കെ ചെയ്തിട്ട് സ്വഭയില്ലാതെ കിടന്നുറങ്ങുകയാണ്. ഇത് ജൂതന് മനസ്സിലായി, മുസ്ലിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് കൃത്യസമയത്തുള്ള രണ്ട് കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞു. ഇന്നമസ്സബർ ഇൻദ സദമത്തിൽ ഊലാ. ക്ഷമ അതിന്റെ കൃത്യമായ ഘട്ടത്തിൽ, അതിന്റെ കറക്റ്റ് സമയത്ത് ക്ഷമിച്ചോളി, പ്രതിഫലമുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിശ്ചയമായും നമസ്കാരം അതിനൊരു കൃത്യമായ സമയം നിർണയിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമസ്കരിക്കുക, പ്രതിഫലം വാങ്ങുക. അതിനാണ് നമസ്കാരത്തെയും സബറിനെയും അല്ലാഹു ഒന്നിച്ചെണ്ണിയത്. രണ്ടിനും സമയം എന്നൊരു സാധനമുണ്ട്. ആ സമയത്ത് ചെയ്താലേ ആ ഫുൾ പ്രതിഫലമുള്ളൂ. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, തിരിച്ചടിക്കാന്നൊക്കെ പറഞ്ഞാൽ കാത്തു നിൽക്കും. ഒരു മാസം അവന്റെ പിന്നാലെ കൂടും, അവന്റെ വീട്ടിൽ ചെന്ന് നോക്കും, ഓന്റെ കുടുംബത്തിന്റെ വീട്ടിൽ തപ്പി നോക്കും. ഓനെ കാണൂലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഓനെ വിട്ടേക്കും. അല്ലേ? കടം വാങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കേസിലും പിന്നാലെ കൂടിയിട്ട് നമ്മൾ തണുത്താൽ നമ്മൾ ഓനെ ഒഴിവാക്കും. അത് ക്ഷമയല്ല,
അത് കയ്യാഞ്ഞിട്ട്. നേരെ മറിച്ചോ ആദ്യത്തിൽ തന്നെ ക്ഷമയോടുകൂടി നേരിടാൻ എനിക്കടക്കം കഴിയില്ലാർക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടും നമ്മളെല്ലാവരും. അങ്ങനെ ക്ഷമിക്കുന്നവരാകാൻ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ സജീവമായി മുന്നോട്ട് വരുന്നവരാകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. പ്രിയപ്പെട്ടവരെ, നമസ്കാരവും ക്ഷമയും അതാണ് ഒരു മുസ്ലിമിന്റെ വിജയത്തിന്റെ ഏറ്റവും അടിസ്ഥാനമെന്നാണ് ഈ ഹദീസുകളിൽ നിന്നും ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാ ആളുകൾക്കും ഒരുപാട് നമസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനും നിങ്ങളും എല്ലാം അതിന് തുല്യരാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ജാഗ്രത, ഒരു ഇഖാമത്തുള്ളവനാവുക എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് നമ്മൾ വരണം. ഏത് കാര്യം പ്ലാൻ ചെയ്യുമ്പോഴും പലപ്പോഴും എന്താ സംഭവിക്കുന്ന, ഒരു കല്യാണ വീട്ടിലൊക്കെ എല്ലാ പരിപാടികളും നടക്കും. അവിടെ ചിലത് വീട്ടുകാർ പറയും ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്, ചിലത് വീട്ടുകാർ പറയും അത് ഞങ്ങളല്ല, അത് ഓന്റെ ആളുകളാണെന്ന് പറയും. എന്തായാലും എല്ലാ പരിപാടിയും അവിടെ നടക്കും. 2 പരിപാടികൾ അവിടെ നടക്കൂല. എല്ലാരും ശ്രദ്ധിച്ചോളി. 1 നമസ്കാരം നടക്കൂല അവിടെ. 2 ഖുതുബ ഉണ്ടെങ്കിൽ ഖുതുബ. എല്ലാ പരിപാടിക്കും ലേറ്റായി പുതിയാപ്പള വരാനൊക്കെ വൈകി. കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ട് അങ്ങനെ. ഖുതുബ പറയാൻ വേണ്ടി വന്നിരുന്നിട്ട് 2 മണിക്കൂർ ഇരുന്നു. പുതിയാപ്പള തോണിയിലാണത്രേ. ഓളയും കൊണ്ട് പോയതാ നിക്കായിന്റെ മുമ്പ്. തോണി തുഴഞ്ഞിട്ട് വരുന്നില്ല സാധനം. ബാക്കി എല്ലാരും പുറത്ത്. അങ്ങനെ അവസാനം എത്തിയപ്പോ പറഞ്ഞു ഖുതുബ വേണ്ട, അല്ലെങ്കിൽ 2 മിനിറ്റ്. ബാക്കിയോ ബിരിയാണി കട്ട് ചെയ്തിട്ടില്ല, ട്രിപ്പ് കട്ട് ചെയ്തിട്ടില്ല, പാട്ട് കട്ട് ചെയ്തിട്ടില്ല, പടകം കട്ട് ചെയ്തിട്ടില്ല, ഒന്നും കട്ട് ചെയ്തിട്ടില്ല. ഇതങ്ങോട്ട് കട്ട് ചെയ്തു. നമസ്കാരം കൂടെ കട്ട് ചെയ്തു. ഇത് 2ആണ് മുസ്ലിം സമുദായത്തിൽ കട്ട് ചെയ്യുക. ഏത് പരിപാടിയിൽ നിങ്ങൾ പോയിക്കോളി, ആരെങ്കിലും ചോറ് തിന്നോന്ന് ചോദിക്കും പെണ്ണുങ്ങളെ ഭാഗത്ത് പോയിട്ട് ഭാര്യനോട് ഭക്ഷണം കഴിച്ചിനോ. ഏതെങ്കിലും ഒരു ഭർത്താവ് ഇന്ന് വരെ ശരിക്കും ആലോചിച്ചോളി. എന്റെ ഓളൊന്ന് വിളിക്കുന്നുണ്ട് നിസ്കരിച്ചിനോ എന്ന് ചോദിച്ചോരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ബാക്കിയൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. നമസ്കാരം ചോദിക്കുക, പുതിയാപ്പിളിനോട് ചോദിക്കും വെള്ളം കിട്ടീനോ, ഇരുന്നീനോ, ഭക്ഷണം കഴിച്ചിനോ. പുതിയാപ്പിളിനോട് നമസ്കാരം കഴിഞ്ഞതല്ലോ, ഒന്ന് തട്ടിക്കളയണം വെറുതെ. പുതിയാപ്പിള തിരിച്ചു. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടാകരുത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, യുദ്ധത്തിൽ പോലും പ്രിയപ്പെട്ടവരെ മുസ്ലിങ്ങൾ ഇങ്ങനെ കശകശാന്ന് പറയുന്ന കട്ട് ചെയ്യുന്ന സമയത്തും ഒരു വിഭാഗത്തോട് പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ദീർഘനേരം അതിവേഗതയിൽ അരോഗതനായി ഓടുന്ന പറക്കുന്ന കല്ലുകളിൽ അതിന്റെ കാലിലെ ഈ കാല് തട്ടിയിട്ട് ഇങ്ങനെ ഒരഞ്ഞിട്ട് തീപ്പൊരി വാരാണ് പറഞ്ഞത് കുതിരപ്പുറത്ത്. അങ്ങനെ സ്പീഡിലോടുന്ന കുതിരപ്പുറത്ത് മൂക്കുകയറും പിടിച്ച് യാത്ര ചെയ്യുന്ന യാത്രക്കാരനോട് നീ മൂക്കുകയറും പിടിച്ച് നമസ്കരിക്കുക എന്നാണ് റസൂൽ പറഞ്ഞത്. പിന്നെ എവിടെയാ ഇതിന് കോംപ്രമൈസ്? എവിടെയാണ്? എന്നാലോ ഒരു പാരുവല്ല ഒരു മുസൽമാന് നിങ്ങൾക്കുള്ള എല്ലാ ഇളവുകളും തന്നു. ജമ്മും കസറും തന്നു, കസറ് തന്നു, ജമ്മു തന്നു. നിൽക്കാൻ കഴിയാത്തോട് ഇരിക്കാൻ പറഞ്ഞു, ഇരിക്കാൻ കഴിയാത്തോട് കിടക്കാൻ പറഞ്ഞു, കിടന്നിട്ട് വായോണ്ട് പറയാൻ കഴിയാത്തോട് മനസ്സിൽ വിചാരിച്ചോളി എന്ന് പറഞ്ഞു. മെമ്മറി പവർ ഇല്ലാത്ത ആളുകളുണ്ട് നമ്മുടെ കുടുംബത്തിൽ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഫാത്തിഹ തുടങ്ങിക്കൊടുത്താൽ പിന്നെ വരുന്നില്ല വാപ്പമാർക്ക്, പിന്നെ വരുന്നില്ല. സ്ട്രോക്ക് സംഭവിച്ച ജ്യേഷ്ഠന് പറയാൻ കഴിയുന്നില്ല, മെമ്മറിയിൽ നിന്ന് പോയി പോവാണ്, മറന്നുപോവാണ്. ഒറ്റക്ക് നമസ്കരിക്കാൻ കഴിയാത്തപ്പോ ഭാര്യയോ മകനോ അടുത്തിരുന്നിട്ട് ഇങ്ങനെ വേച്ച് ചെല്ലിക്കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ തലയാട്ടിട്ട് നിസ്കരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരോഗ്യമുള്ളവരെ, യുവാക്കളെ, ഒരുപാട് ആരോഗ്യം കൊണ്ട് നമസ്കരിക്കാതെ നടക്കുന്നവരെ, ഓരോ ബാങ്കുകൾ കേൾക്കുമ്പോഴും പൊട്ടിച്ചതറുന്ന രൂപത്തിൽ കരയുന്നവരുണ്ട് കട്ടിലിൽ. സ്ട്രോക്ക് സംഭവിച്ചവർ, ബോധം കെട്ട് അല്ലെങ്കിൽ അവശരായി കിടക്കുന്നവർ, അരക്ക് താഴെ തളർന്നുപോയവർ, അവർ എന്നും പള്ളിയിൽ പോയിരുന്നു. ഇന്നവർ കരയുകയാണ്. 5 നേരം നമസ്കരിക്കാൻ കഴിയാത്തവനായി കരയുകയാണ്. ഇനി മറ്റൊന്നറിയുമോ? മലപ്പുറം ജില്ലയിലാണെന്ന് തോന്നുന്നു ഒരാൾ ഈ പറഞ്ഞ ആരോഗ്യമുള്ള സമയത്ത് പോക്കിരിയായി നടന്നൊരു മനുഷ്യൻ ഇവിടെ കൂടെ കഴിഞ്ഞുപോയി. ഇപ്പൊ അയാൾ കിടന്ന് കരയാണ്. ഇപ്പൊ അയാൾക്ക് ആകെയുള്ളത് കുറച്ച് പ്രസംഗങ്ങൾ കേൾക്കാൻ കഴിയുന്നു എന്നതല്ലാതെ ഒന്നുമില്ല. അയാൾക്ക് ഖുർആൻ കേൾക്കുന്നു, പ്രസംഗം കേൾക്കുന്നു. അയാൾ എന്ന് കരഞ്ഞ് തീർക്കുകയാണ്. അയാളുടെ ജീവിതത്തിൽ ആരോഗ്യമുള്ള ഒരു കാലത്ത് അള്ളാഹുവിന്റെ പള്ളികളിൽ പോകാത്തവരെ നിങ്ങൾ കുടുങ്ങും.
അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് കയറുക. ഏത് നിമിഷവും കണ്ടില്ലേ, കഴിഞ്ഞ മാസമൊക്കെ എത്ര യുവാക്കളാ മരിച്ചുപോയത് പ്രിയപ്പെട്ടവരെ. ഇനിയോ ഏതെങ്കിലും ഒരു രോഗം കണ്ടുപിടിച്ചാൽ ഡോക്ടർ അങ്ങോട്ട് പ്രഖ്യാപിച്ചാൽ പിന്നൊരു മാസം 2 മാസം പേടിച്ച് ടെൻഷൻ അടിച്ച് കരളുരുകി മരിക്കുകയാണ് മനുഷ്യൻ, അല്ലേ? ഒരു രോഗം എനിക്കോ നിങ്ങൾക്കോ ഇന്നോ നാളെയോ ഡോക്ടർ പ്രഖ്യാപിച്ചാൽ 2-3 മാസം കൊണ്ട് തീരാണ്. അതുകൊണ്ട് നമസ്കരിക്കുക നമ്മളെല്ലാരും. യുവാക്കളോട് പ്രത്യേകിച്ച്, ഏത് ഇബാദത്തിൽ നിങ്ങൾ ഒരൽപ്പം പിന്നോട്ടായാലും ശരി, ഏത് പോരായ്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ശരി, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന കലിമത്ത് തൗഹീദും അവന്റെ മുന്നിൽ 5 നേരം സുജൂദിലേക്ക് പോകുക എന്ന 5 നേരത്തെ നമസ്കാരവും ഒരു നിലക്കും നിങ്ങൾ വിടരുത്. ബാക്കിയൊക്കെ കരുണാമായ നീതിയായ പടച്ച തമ്പുരാൻ ഒരു പക്ഷേ നമുക്ക് വിട്ടുവീഴ്ച തരും. ഇത് രണ്ടുമില്ലെങ്കിൽ നമ്മൾ ആ ലിസ്റ്റിൽ പോലും വരില്ല. മനസ്സിലായില്ലേ? ഇളവ് കൊടുക്കുന്ന ആളുകളുടെ ലിസ്റ്റിൽ പോലും നമ്മൾ വരാത്തവരായി പോകും. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. നമസ്കാരത്തിന്റെ കാര്യത്തിൽ പച്ച മലയാളത്തിൽ ഹൃദയം തട്ടുന്ന 3 ചരിത്രങ്ങൾ കേട്ടവരാ നമ്മൾ. ഇനി നമ്മൾ ആ കാര്യത്തിൽ ഒരിക്കലും പ്രിയപ്പെട്ടവരെ തളരരുത്, അലസത വരരുത്. പിശാച് പലതും തോന്നിപ്പിക്കും. ഫസയ്യന ലഹുമു ശൈത്വാനു അഅമാലഹും എന്നാ പറഞ്ഞത്. പിശാച് നിങ്ങളുടെ അമലുകൾ, നിങ്ങളുടെ പരിപാടികൾ, നിങ്ങളുടെ ചെയ്തികൾ നിങ്ങൾക്ക് മനോഹരമാക്കി കാണിച്ചു തരും. പിശാച് അങ്ങനെയാ ചെയ്യാ. ഇപ്പൊ പോകണ്ട, ഇപ്പൊ അത് തീർന്നോട്ടെ എന്ന് പറയും, അല്ലേ? എത്ര ആളുകളുണ്ട് പള്ളിന്റെ ഒക്കെ ചോട്ടിൽ ജീവിച്ചിട്ട് നിസ്കരിക്കാത്തവരുണ്ട്. പള്ളിന്റെ അടുത്തെത്തിയിട്ട് ഫോൺ ചെയ്തിട്ട് നിസ്കരിക്കാത്തവരുണ്ട് ആൾക്കാരുണ്ട്. ഹറമിന്റെ അടുക്കൽ 10 കൊല്ലം കച്ചവടം ചെയ്തിട്ട് ഹറമ് കാണാത്തവരുണ്ട്. വെറുതെ വിളിച്ചു പറയല്ലേ ഞാൻ. അങ്ങനെയുള്ള ആളുകളുണ്ട്. തൗഫീഖില്ലാഞ്ഞിട്ടാണ്. ഇത്രയും സുന്ദരമായ പള്ളികളുള്ള, അല്ലേ, ഈ ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ ഇതുപോലെ ബഹുനില സമുച്ചയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നത് നാളെ പരലോകത്ത്. നിങ്ങൾക്കെതിരെ അള്ളാഹു ചോദിക്കും, അവരില്ലായിരുന്നോ? സൗകര്യമില്ലായിരുന്നോ? അവർ വിളിച്ചിട്ടില്ലായിരുന്നോ? ബാങ്ക് കേൾക്കാറുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ചെയ്യാനാവില്ല. അന്ന് നമ്മൾ വിരൽ കടിക്കേണ്ടി വരും. അതുകൊണ്ട് നമസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തുക. സുബഹിന്റെ കാര്യത്തിലും ഇതര വക്തുകളുടെ കാര്യത്തിലും ജാഗ്രത പുലർത്തുക. വിട്ടുപോയ കാര്യങ്ങളിൽ, വിട്ടുപോയ നമസ്കാരങ്ങളിൽ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക. അർഹമുർ-റാഹിമീനായ തമ്പുരാൻ സജീവമായി നമസ്കാരം മുതലുള്ള ഇബാദത്തുകളിൽ സജീവമായി തുടരാനുള്ള അറിവും കഴിവും ആഫിയത്തും നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യക്കുറവുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അവർക്കൊക്കെ പൂതിയുണ്ട് പ്രിയപ്പെട്ടവരെ ഒന്ന് സുജൂദി പോകാനോ അത്തയ്യാത്തിലൊക്കെ പോകാൻ, പക്ഷെ ആവുന്നില്ല അവർക്ക്. അള്ളാഹുവേ അവർക്ക് പ്രതിഫലം പൂർണ്ണമാക്കി നൽകണമേ നാഥ. അവരുടെ ആഫിയത്ത് അവർക്ക് അള്ളാഹുവേ തിരിച്ചു നൽകണമേ നാഥ. അവർക്ക് ഒരുപാട് ഇബാദത്തുകൾ ഇനിയും സജീവമാകാനുള്ള ഇഖ്ലാസ് അവർക്ക് നൽകണമേ നാഥ. അള്ളാഹുവേ ഞങ്ങളിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹുവേ സ്വർഗം നൽകണമേ. അവരുടെ പാപങ്ങൾ പുറത്തു നൽകണമേ. ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ, ഒരൊറ്റ ആൺകുട്ടിയായവൻ, ഒരൊറ്റ പെൺകുട്ടിയായവർ എത്ര പേരാ മരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. വേറെ മക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ലാന്ന് കേൾക്കുമ്പോ ഒന്നും പറയാനില്ല. പിന്നെ ആകെയുള്ള ഒന്നായിരുന്നു, അത് മരിച്ചുപോയി. ആകെയുള്ള ഒന്നായിരുന്നു, അത് ട്രെയിനിൽ നിന്ന് വീണുപോയി. ആകെയുള്ള ഒന്നായിരുന്നു, അത് ഷോക്കടിച്ചു മരിച്ചു, ഫ്രീസറിൽ തട്ടി മരിച്ചു, അതേപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ തട്ടി. എന്തെല്ലാം കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഈ ദുനിയാവ് സത്യവിശ്വാസികൾക്ക് പരീക്ഷണം തന്നെയാണ്. അതിനിടയിൽ ആരെപ്പം പൊലിഞ്ഞു പോയാലും ഒരുപാട് അമൽ സ്വാലിഹാത്തുമായിട്ടാണ് അയാൾ പോയത് എങ്കിൽ നമുക്ക് സന്തോഷിക്കാം. അയാൾക്കും സന്തോഷിക്കാം. അയാൾക്കും ഖബർ അല്ലാഹു വിശാലമാക്കും, പ്രകാശപൂരിതമാക്കും. ഒരു പ്രയാസവും ആ മരണം മുതൽ അങ്ങോട്ട് അയാൾക്കില്ല. പിന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്ത് സുഖമാണത്. ആ ശാശ്വതമായ ഒരു ലോകത്തേക്ക് ഈ നശ്വരമായ ജീവിതവും തീർത്തിട്ട് പോകുന്നവർക്ക് മംഗളം എന്ന് പറയാൻ മലക്കുകൾ, എല്ലാ സൗകര്യങ്ങളും, ഖബർ മുതൽ അതിന്റെ സുഖസൗകര്യത്തിന്റെ പറുദീസകൾ തീർക്കുന്ന സംവിധാനങ്ങൾ, ഇതെല്ലാം ലഭിക്കണമെങ്കിൽ അമലു സ്വാലിഹാത്ത് വേണം. സൂക്ഷിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم إنا نعوذ بك من عذاب جهنم ومن عذاب القبر ومن عذاب القبر ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال اللهم إنا نعوذ بك من الهم والحزن
ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال توفنا مسلما وألحقنا بالصالحين اللهم انصرنا الإخوان المسلمين في كل مكان اللهم اشف مرضانا وارحم موتانا اللهم اشف مرضانا وارحم موتانا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.